വെൽക്കം ടു ചാനൽ. അപ്പം ഞാൻ ആക്ച്വലി നമ്മുടെ ഓഫീസിൽ നിന്ന് വരുന്ന വഴിയാണ്. അതാണ് നമ്മളിപ്പോൾ ഇങ്ങനെ വീഡിയോ എടുക്കണം കേട്ടോ. അപ്പോൾ എൻ്റെ ആക്ച്വലി നമ്മുടെ DJ ആക്ഷൻ ക്യാമറ ഞാൻ ഒന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കാൻ വേണ്ടി എടുത്തിട്ടുണ്ടായിരുന്നു. എന്ന് വെച്ചാൽ കുറേ കാലമായിട്ട് ഉപയോഗിച്ചിട്ടില്ല, അപ്പോൾ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാൻ വേണ്ടി എടുത്തതാണ്. അപ്പോൾ എന്തായാലും നമുക്ക് വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ നമ്മളൊന്ന് പറയാൻ പോകുന്ന രണ്ടും മെയിൻ എന്താ പറയുക ഫൈനാൻഷ്യൽ അല്ലെങ്കിൽ ക്രെഡിറ്റ് കാർഡ് ന്യൂസുകളാണ്. നമ്മുടെ ഇൻഡസ്ഇൻഡ് ബാങ്കിൻ്റെ ലെജൻഡ് ക്രെഡിറ്റ് കാർഡ് ഉണ്ടല്ലോ, അത് ആക്ച്വലി ഓൾമോസ്റ്റ് തീരുമാനമായിട്ടുണ്ട്. ഒരു പ്രീമിയം ക്രെഡിറ്റ് കാർഡാണ് ആക്ച്വലി ലെജൻഡ് ക്രെഡിറ്റ് കാർഡ് ലോഞ്ച് ചെയ്തിട്ടുണ്ടായിരുന്നത്. 10,000 രൂപ ആനുവൽ ഫീസും ജോയിനിങ് ചാർജൊക്കെ ആയിട്ടൊരു കാർഡാണ് ഇത് സാധനം ലോഞ്ച് ചെയ്തത്. പിന്നെ അതിനുശേഷം അത് ലൈഫ് ടൈം ഫ്രീ കാർഡായിട്ട് കുറേ പേർക്ക് ഇഷ്ടമുള്ള ആൾക്കാർക്ക് കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അപ്പം തന്നെ ഇവർ ഇതിന് ലോഞ്ച് ചെയ്തപ്പോൾ 8 ഇൻ്റർനാഷണൽ ഡൊമസ്റ്റിക് ഇൻ്റർനാഷണൽ എന്താ പറയുക 8 ഡൊമസ്റ്റിക് എയർപോർട്ട് ലോഞ്ചസ് നമുക്ക് ഫ്രീ കോംപ്ലിമെൻ്റ് ഉണ്ടായിരുന്നു. അപ്പോൾ ആ ലൈഫ് ടൈം ഫ്രീ ആയതിനു ശേഷം തന്നെ അവരത് വെട്ടി കുറച്ച് നാളിനാക്കിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇപ്പോൾ ഇന്നലെയാണ് ആക്ച്വലി ന്യൂസ് വന്നിട്ടുണ്ടായിരുന്നു. നമുക്ക് നിങ്ങൾ ഓൾറെഡി ഇൻഡസ്ഇൻഡ് ബാങ്കിൻ്റെ ക്രെഡിറ്റ് കാർഡ് യൂസറൊക്കെ ആണെങ്കിൽ നമുക്ക് ഓൾറെഡി എന്താ പറയുക ഇമെയിൽസും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. ഇവർ ആക്ച്വലി കോംപ്ലിമെൻ്ററി ആയിട്ട് കിട്ടുന്ന നമ്മുടെ എയർപോർട്ട് ലോഞ്ചസ് ഫുള്ളി എടുത്ത് കളഞ്ഞിട്ടുണ്ട് കേട്ടോ. ഇപ്പോൾ നോക്കുകയാണെങ്കിൽ ഇപ്പോൾ ലെജൻഡ് കാർഡ് എന്ന് പറയുന്നത് വേസ്റ്റ് കാർഡ് എന്ന് വേണമെങ്കിൽ പറയാം. ആക്ച്വലി റിവാർഡ് റേറ്റ് അത്യാവശ്യം കുഴപ്പമില്ലാണ്ട് കിട്ടുന്നുണ്ട്, പക്ഷേ ബാക്കി എല്ലാ ഫീച്ചേഴ്സും അവർ എടുത്ത് കളഞ്ഞു. അപ്പോൾ ലൈഫ് ടൈം ഫ്രീ ആയതുകൊണ്ട് തന്നെ ഇപ്പോൾ നമുക്ക് വലിയ കംപ്ലയിൻറ്റ് പറയാൻ പറ്റില്ല. നിങ്ങൾ അത്യാവശ്യം യൂസുള്ള ഒരാളാണെങ്കിൽ ഇതിന് ആക്ച്വലി റിവാർഡ് പോയിന്റ് വലിയ കുഴപ്പമില്ലാത്ത റിവാർഡ് പോയിന്റ് ഉണ്ട്. നമ്മുടെ റിവാർഡ് പോയിന്റിനും ആക്ച്വലി നല്ല ഡിവാലുവേഷൻ വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇപ്പോൾ 50 പൈസ എന്നുകൊണ്ട് റിവാർഡ് പോയിന്റിന് പണ്ട് വരെ ആക്ച്വലി 2 രൂപയൊക്കെ കൊടുക്കണമായിരുന്നു, 2 രൂപ 1 രൂപയൊക്കെ ആയിട്ട് കൊടുക്കുന്നത്. പിന്നെ അത് ഡിവാല്യൂ ചെയ്ത് ഭയങ്കരമായിട്ട് കുറഞ്ഞു. പക്ഷേ എന്നാലും LFT ആയിട്ട് കിട്ടുകയാണെങ്കിൽ ഈ സാധനം നല്ലൊരു കാർഡ് തന്നെയാണ്. അത് ഞാൻ പ്രത്യേകിച്ച് എടുത്ത് പറയാണ്ടിരിക്കേണ്ട വയ്യ. എന്ന് വെച്ചാൽ ലൈഫ് ടൈം ഫ്രീ ആയിട്ട് പോലും ഇത് പൊട്ട കടന്ന് നമുക്ക് പറയാൻ പറ്റില്ല. പക്ഷേ ഭയങ്കര ബെനിഫിറ്റ്സോ സംഭവങ്ങളൊന്നും ഉണ്ടായിരുന്ന സംഭവങ്ങളൊക്കെ എടുത്ത് കളഞ്ഞത് കൊണ്ട് അത് മോശമായെന്ന് മാത്രം. അല്ലാണ്ട് പൊട്ട കടന്ന് കുറേ പേര് ഇപ്പം അങ്ങനെ പറഞ്ഞിട്ടുണ്ട്, കത്തമൊക്കെ എന്നൊക്കെ പറഞ്ഞ് ഹിന്ദിയിൽ കുറേ പേര് വീഡിയോ ഇട്ടുണ്ട്. എന്ന് വെച്ചാൽ ഈ കാർഡിൻ്റെ പരിപ്പളകി അല്ലെങ്കിൽ കാർഡ് ഇനി എടുക്കണ്ട അത്രയും പൊട്ടയായി എന്നൊക്കെ പറഞ്ഞിട്ടൊക്കെയാണ് കുറേ പേര് ഇട്ടേക്കുന്നത്. പക്ഷേ അങ്ങനെ നമുക്ക് പറയാൻ പറ്റില്ല. എന്ന് വെച്ചാൽ ഇതിൻ്റെ റിവാർഡ് റേറ്റ് വലിയ കുഴപ്പമില്ലാത്ത റിവാർഡ് റേറ്റ് നമുക്ക് തരുന്നുണ്ട്. അപ്പോൾ പോരാത്തിന് LFT ആണല്ലോ, അപ്പോൾ അതുകൊണ്ട് പൊട്ടക്കാർന്നൊന്നും നമുക്ക് പറയാൻ പറ്റില്ല. ഞാൻ ആക്ച്വലി റോഡിലാണ് നിർത്തിക്കുന്നത് കേട്ടോ, സൈഡിലാണ്. പക്ഷേ അതുകൊണ്ട് ഞാൻ ഇടയ്ക്കിടയ്ക്ക് അങ്ങോട്ട് നോക്കണം കേട്ടോ. ക്യാമറ നമ്മുടെ മിറേഴ്സും കാര്യങ്ങളൊക്കെ നോക്കുന്നത് കൊണ്ടാണ്. അപ്പോൾ പിന്നെ നമുക്ക് പറയാനുള്ളത്, നിങ്ങളൊരു HDFC ക്രെഡിറ്റ് കാർഡ് യൂസർ ആണെങ്കിൽ, പ്രത്യേകിച്ച് റൂപ്പേ വേരിയൻറ്റിൻ്റെ ഈ ക്രെഡിറ്റ് കാർഡ് നിങ്ങൾ യൂസ് ചെയ്യുന്ന ഒരാളാണെങ്കിൽ നിങ്ങൾക്ക് ആക്ച്വലി ഇപ്പോൾ ഒരു നല്ലൊരു ഓഫർ വന്നിട്ടുണ്ട്. HDFC അല്ല, ICICI ബാങ്ക് തെറ്റിപ്പോയി. ICICI ബാങ്കിൻ്റെ റൂപ്പേ ക്രെഡിറ്റ് കാർഡ് പ്രത്യേകിച്ച് നിങ്ങൾക്ക് അറിയാം. നിങ്ങൾ ഓൾറെഡി ഒരു ആമസോൺ ICICI കാർഡ് യൂസറൊക്കെ ആണെങ്കിൽ നിങ്ങൾക്ക് ആക്ച്വലി ഇപ്പോൾ ICICI ബാങ്കിൻ്റെ കോറൽ ക്രെഡിറ്റ് കാർഡ് ഫ്രീ ആയിട്ടൊക്കെ നമുക്ക് ഓപ്ഷൻ അഡീഷണൽ കാർഡായിട്ട് വരാറുണ്ട്. അപ്പോൾ അങ്ങനത്തെ യൂസർ ആണെങ്കിൽ നിങ്ങൾക്ക് ആക്ച്വലി 750 രൂപ വരെ ക്യാഷ് ബാക്ക് കിട്ടാനുള്ള സംഭവം വന്നിട്ടുണ്ട് കേട്ടോ. അതായത് ഫെബ്രുവരി മാർച്ച് ഈ 2 മാസത്തിൽ നിങ്ങൾക്ക് ഉപയോഗിച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആക്ച്വലി സംഭവം കിട്ടും. അത് എങ്ങനെയാണ് ക്യാഷ് ബാക്ക് കിട്ടാൻ ഞാൻ പറഞ്ഞുതരാം. ഭയങ്കര കിടിവെട്ട് ഓഫറൊന്നും ഞാൻ പറയില്ല. പക്ഷേ ഫെബ്രുവരി 1 തൊട്ട് മാർച്ച് 31 വരെയാണ് ഇതിന് ഓഫർ പീരീഡ് വന്നിരിക്കുന്നത്, ഓഫർ വാലിഡിറ്റി വന്നിരിക്കുന്നത്. അതായത് നിങ്ങൾ ക്യുമുലേറ്റീവ് സ്പെൻഡ് കാർഡ് ഉപയോഗിച്ചിട്ട് 10,000 തൊട്ട് 25,000 രൂപ ചെയ്യുകയാണെങ്കിൽ 150 രൂപ ക്യാഷ് ബാക്ക് കിട്ടും. 25,000 തൊട്ട് 30,000 രൂപ ചെയ്യുകയാണെങ്കിൽ 250 രൂപ കിട്ടും. 30,000 തൊട്ട് 50,000 ചെയ്യുകയാണെങ്കിൽ 500 രൂപ കിട്ടും. 50,000 പ്ലസ് ചെയ്യുകയാണെങ്കിൽ 750 രൂപ കിട്ടും. അങ്ങനെയാണ് ഇപ്പോൾ ഓഫർ വന്നേക്കുന്നത് കേട്ടോ. നോർമൽ പോലെ യൂസ് ചെയ്താൽ മതി. അത് ടോട്ടലായിട്ട് നിങ്ങൾ എത്ര സ്പെൻഡ് ചെയ്താൽ മതി, അല്ലാണ്ട് ഒറ്റയടിക്ക് എത്ര സ്പെൻഡ് ചെയ്യണമെന്നില്ല. പിന്നെ ഇതിൻ്റെ ഓഫർ കുറച്ച് ടേംസ് ആൻഡ് കണ്ടീഷൻസ് ഞാൻ വായിക്കാം. ദിസ് ഓഫർ ഈസ് വാലിഡ് ഫ്രം February 1, 2025 ടു March 31, 2025. മാക്സിമം ക്യാഷ് ബാക്ക് ഈസ് ക്യാപ്ഡ് അറ്റ് 750. പിന്നെ ദിസ് ഓഫർ അപ്ലൈസ് ഓൺലി ടു ദ സ്പെൻഡ്സ് മെയ്ഡ് വിത്ത് ICICI ബാങ്ക് റൂപ്പേ ക്രെഡിറ്റ് കാർഡാണ്. പിന്നെ മിനിമം ട്രാൻസാക്ഷൻ വാല്യൂ ടു ക്വാളിഫൈ ഫോർ ക്യാഷ് ബാക്ക് ഈസ് 10,000. അപ്പോൾ 10,000 അബോവ് എന്ത് ട്രാൻസാക്ഷൻ ആണ് ചെയ്തത്, എന്ത് പോക്കുകൾ പോയത് 10,000 തൊട്ട് മുകളിൽ ട്രാൻസാക്ഷൻ ചെയ്താലാണ് നമുക്ക് ക്യാഷ് ബാക്കിന് വാലിഡിറ്റി ആവുക. അതായത് 10,000 പ്ലസ് 10,000 അല്ലെങ്കിൽ 10,000 പ്ലസ് 15,000 അങ്ങനെ ക്യുമുലേറ്റീവ് സ്പെൻഡ് കിട്ടാം. ദിസ് ഓഫർ ഈസ് വാലിഡ് ഓൺലി ഓൺ ക്യുമുലേറ്റീവ് സ്പെൻഡ് ക്യാരിഡ് ഔട്ട് ഡ്യൂറിംഗ് ദ ഓഫർ പീരീഡ്. ഞാൻ പറഞ്ഞല്ലോ മാർച്ചും ഫെബ്രുവരിയും. ആമസോൺ ICICI കാർഡിന് പറ്റില്ല എന്ന് ഓൾറെഡി പറഞ്ഞിട്ടുണ്ട്. ഈച്ച് കാർഡ് ഹോൾഡർ ക്യാൻ അവൈൽ ദ ഓഫർ ഓൺലി വൺസ് ആണ്. ഓഫർ ഈസ് അപ്ലിക്കബിൾ ഓൺലി ടു ദ കസ്റ്റമേഴ്സ് ഹു റിസീവ് ദ ഓഫർ കമ്മ്യൂണിക്കേഷൻ. അങ്ങനെ ഒരു നോട്ടിഫിക്കേഷൻ വന്നാൽ മാത്രമേ ഇത് നിങ്ങൾക്ക് പറ്റുള്ളൂ കേട്ടോ. പിന്നെ ക്യാഷ് ബാക്ക് വിൽ ബി പ്രോസസ്ഡ് വിത്തിൻ 90 ഡേയ്സ് ഫ്രം ദ എൻഡ് ഓഫ് ക്യാമ്പയിൻ പീരീഡ്. അതായത് മാർച്ച് കഴിഞ്ഞിട്ട് ഒരു 90 ഡേയ്സിനുള്ളിൽ സമയമെടുക്കും. അതായത് 3 മാസം. അതിനുശേഷം നമുക്ക് ക്യാഷ് ബാക്ക് ക്രെഡിറ്റ് ആകും കേട്ടോ. ഓട്ടോമാറ്റിക്കലി നമ്മുടെ എന്താ പറയുക ക്രെഡിറ്റ് കാർഡിൻ്റെ സ്റ്റേറ്റ്മെൻറ്റിലേക്ക് ക്രെഡിറ്റ് ആയിക്കോളും. അപ്പോൾ എക്സ്ട്രാ പോയിൻറ്റ്സോ സംഭവമൊന്നുമല്ല. അപ്പോൾ അതാണ് 2 ന്യൂസുകൾ. അപ്പോൾ നമുക്ക് എന്തായാലും മൈൻഡ് ചെയ്യാൻ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണാറാണെങ്കിൽ എൻ്റെ പേര് അജയ്. ഞാനൊരു ഫൈനാൻഷ്യൽ അനലിസ്റ്റായിട്ട് വർക്ക് ചെയ്യുന്നതാണ്. നമ്മുടെ ടെക്കിലും ഫൈനാൻഷ്യലും എക്സ്പീരിയൻസ് ആണ്, ക്വാളിഫൈഡ് ആണ്. അതുപോലെ തന്നെ നമുക്ക് സർട്ടിഫിക്കേഷൻസ് കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അത് ഡീറ്റെയിൽസ് അറിയാൻ നമ്മുടെ ഡിസ്ക്രിപ്ഷൻ നോക്കിയാൽ മതി. അപ്പോൾ എന്തെങ്കിലും സംശയങ്ങളൊക്കെ ഉണ്ട് കമൻറ്റ് ചെയ്താൽ മതി. നമ്മളെല്ലാം കമൻറ്റ് പോകുന്നതാണ്. നമ്മുടെ പുതിയ ചാനൽ GHH വേൾഡ് കാണാത്തവർക്ക് കണ്ടുവെക്കുക, സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് മനസ്സിലാക്കി നമ്മളൊന്ന് ഷെയർ ചെയ്യാം കേട്ടോ.
അടുത്ത വീഡിയോയിൽ കാണാം.